ആരുടെ വഞ്ചിയാ? എന്റെ വഞ്ചി. ഞാൻ ഉണ്ടാക്കിയ പൈസയാ ഇത്. ഇത് എടുക്കാൻ പറ്റത്തില്ലല്ലേ? എടുക്കാൻ പറ്റുമല്ലോ. അതെ. കിട്ടിയല്ലോ. ഇതിപ്പോ പശുവും ചത്തുമോരിലെ പുളിയും പോയി എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. വിഷുവും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അല്ല, അതെനിക്ക് അന്നേ അറിയായിരുന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും റിച്ചൂടിയാണ് കേട്ടോ ഈ കണിയൊക്കെ ഒരുക്കിയത്. അപ്പൊ രാവിലെ 5:30 കഴിഞ്ഞപ്പോൾ വിഷുക്കണി കാണാനായിട്ട് റിച്ചിനെ വിളിച്ചുണർത്തിയാണ് കേട്ടോ. അപ്പൊ ഉറക്കത്തിൽ നിന്ന് ഏട്ടൻ അവനെ വിളിച്ചിട്ട് എടുത്തോണ്ട് പോവാണ്. ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് കേട്ടോ. എന്നെ പോലെ തന്നെയാണ് കേട്ടോ അവൻ അക്കാര്യത്തില്. ഉറക്കം പോയതിന്റെ വിഷമം ആൾക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് കരച്ചിലോട്ടൊക്കെ പോയി. പിന്നെ തൊഴുതിട്ട് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാനും പോയിട്ട് കിടന്നു. ഉറങ്ങിയതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ കിടന്നു. പിന്നെ രാവിലെ കണ്ണ് ചിമ്മിയാണല്ലോ വിളക്കിന് മുമ്പിൽ വന്ന് നിന്നത്. ഇപ്പൊ നല്ല കാര്യമായിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. അവനും ദൈവത്തിന് മാത്രം അറിയാവുന്ന എന്തോ ഭാഷയാണ് കേട്ടോ അവൻ ഈ പിറവർക്ക്. അതൊക്കെ ഇട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വിഷു കഴിഞ്ഞിട്ടൊക്കെ ആള് നേരത്തെ മേടിച്ച് വഞ്ചിയിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയും ഏട്ടനും റിച്ചുവും കൂടി അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. നോക്കി ഇരുന്നിട്ട് നമ്മുടെ റംബൂട്ടാൻ ഇവിടെ പൂത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ അതാണ് കേട്ടോ ഈ ചൂണ്ടി കാണിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ.